ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തും, എന്നോടൊപ്പം ജനങ്ങൾ കൂടെ നിൽക്കണം, പരിഹാരം വല്ലതും കണ്ടെത്തിയോ? അത് സുപ്രീം കോടതി കണ്ടെത്തിക്കോളും. ഇപ്രാവശ്യം സുപ്രീം കോടതി വളരെ സ്റ്റേഡായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 13 എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നത്. അപ്പം സുപ്രീം കോടതി പറഞ്ഞത് ഇതാണ്, ഇത് പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത്. അപ്പോൾ പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം ആ പൊളിച്ചു നീക്കണമെന്നുള്ളതല്ലേ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വാക്കിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ റസൽ ജോയ് ഇതിനായിട്ട് ഇറങ്ങുന്നു, ബാക്കി ആരും ഒരു പിന്തുണ തരുന്നതിന് സപ്പോർട്ട് തരുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യമുണ്ട്, റസൽ ജോയ്ക്ക് എന്താണ് കുഴപ്പം? അല്ല, റസൽ ജോയ് ഇതിനു വേണ്ടി ഇറങ്ങിയതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടി എല്ലാവരും മരിക്കും, റസൽ ജോയ്ക്ക് മാത്രമല്ല ഇത്ര ഒരു തീവ്രത ഇതിന് പുറകെ സഞ്ചരിക്കാൻ? അതിൽ ചരിത്രത്തിൽ തന്നെ ഉത്തരവില്ലേ? പെനീക്കുങ്ക് എന്ന് പറഞ്ഞ ആള് ബാങ്കിയാവോ ഡാം ചൈനയിൽ പൊട്ടു എന്ന് പറഞ്ഞു കിടന്നപ്പോ എല്ലാവരും കൂടി അയാൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അതെ, മനസ്സിലായി? അതെ, അയാളെ കല്ലെറിഞ്ഞ് അയാളെ ദൂഷിച്ച് അയാളെ മോശമാക്കി വിട്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അയാൾ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ വെളുപ്പിന് 2 മണിയായപ്പോൾ പൊട്ടിത്തെറിച്ച് 2.5 ലക്ഷം പേര് മരിച്ചു. അതിൻ്റെ അടിയിൽ അത്രയും പേരുണ്ടായുള്ളൂ. ഇവിടെയോ ഡയറക്റ്റ്ലി ഡാമിൻ്റെ അടിയിൽ 1.5 കോടി ജനങ്ങളുണ്ട്.